ഹായ് ഗായ്സ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ച് ഡേ 6 ആണ്. ഇതോടുകൂടിയിട്ട് നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ച് അവസാനിക്കുകയാണ് കേട്ടോ. 1 വീക്കിനുള്ള സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. നാളത്തേക്ക് നമ്മൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല, ഫ്രീ ആയിട്ട് അങ്ങ് സ്കിന്നിനെ അങ്ങ് വിടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു 6 ഡേത്തെ ചാലഞ്ച് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആ ഒരു ഫോട്ടേജാണ് നിങ്ങൾ കാണുന്നത്. ഒരു ഫിൽറ്ററും ഇല്ല. നിങ്ങൾ സൂക്ഷിച്ച് നോക്കണമെങ്കിൽ എൻ്റെ ഫേസിലത്തെ ഫ്രെക്കിൾസ് വരെ അതിനകത്ത് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ തലേന്ന് നമ്മുടെ ആ ഒരു തൈരുടെ പാക്ക് ചെയ്തതിൽ ചെറിയൊരു പിമ്പിൾസ് എൻ്റെ ഫേസിൽ ഒന്ന് പൊങ്ങി തല പൊങ്ങിയിട്ടുണ്ട്. അതും തന്നെയുള്ളൂ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നോർമൽ ക്യാമറയാണ്, ഫ്രണ്ട് ക്യാമറയാണ്, ബാക്ക് അല്ല. ഫ്രണ്ട് ക്യാമറയിൽ നോർമൽ ക്യാമറയാണ്. ഫിൽറ്റർ ഒന്നും തന്നെ ഞാൻ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ഫേസിലെ ഫ്രെക്കിൾസ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അത്രയും സൂപ്പർ അമേസിങ് റിസൾട്ടായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് എന്താ പറയണമെന്ന് അറിയുന്നില്ല. ഞാൻ വീഡിയോ നോക്കിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അതിനകത്ത്. ഹാപ്പി ആയിട്ട് പറയാൻ കേട്ടോ. നല്ലൊരു എന്താ പറയുക, എനിക്ക് നല്ലൊരു ഈ ഒരു പാക്ക് ഇട്ട ശേഷം നല്ലൊരു ഫേസിൽ നല്ലൊരു ചേഞ്ച് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരൊറ്റ അതായത് ഇത്രയും നാളെ നമ്മൾ ചെയ്തതിൻ്റെ കൂടെ നമ്മൾ ഇതും കൂടി കഴിഞ്ഞപ്പോൾ നല്ല സ്കിന്ന് നല്ല രീതിക്ക് റിസൾട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ചേർന്നിട്ടുള്ള നിങ്ങൾ ഈ ഒരു പാക്ക് കൂടി ചെയ്ത ശേഷം നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് എന്തായാലും ഈ ഒരു വീഡിയോയുടെ താഴെ അറിയിക്കാനായിട്ട് മറക്കരുത്. ആർക്കെങ്കിലും വീഡിയോ അയച്ചു തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും അയക്കാം കേട്ടോ. നോർമൽ ക്യാമറയിൽ ഉപയോഗിച്ചിട്ടുള്ള വീഡിയോ ആയിരിക്കണം എന്ന് മാത്രം. അപ്പോൾ ഗായ്സ്, നമ്മളിതാ അതിന് വേണ്ടിയിട്ടുള്ള പാക്കിന് നമ്മളിവിടെ ബദാം എടുക്കുന്നത്. ബദാം ഒരു 10 ബദാം ഞാൻ പാലിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊലി നീക്കം ചെയ്തിട്ട് ആ ബദാമാണ് നമുക്ക് ആവശ്യം കേട്ടോ. ഈ ഒരു ബദാമിനകത്ത് ലിനോലൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കി വെക്കാതെ ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി സാധനമാണ്. മാത്രമല്ല ഇതിനകത്ത് ധാരാളം വൈറ്റമിൻ ഇയും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്നും ഈ ഒരു ആഴ്ചത്തെ വീടിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. നല്ല രീതിക്ക് സ്കിന്നിനെ ലൈറ്റിങ് ചെയ്യാനായിട്ടും പാടുകൾ കുറയ്ക്കാനായിട്ടും, മീൻസ് നമുക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ടും, ചുളിവുകളെല്ലാം ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് മാറി അത് നന്നായിട്ട് മോയ്സ്റ്റ് ചെയ്ത് വെച്ച് ക്ലിയർ സ്കിന്നാക്കി കൊണ്ടുവരാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ബദാം. ഇനി ഓയിൽ സ്കിന്നുകാരോട് പറയുകയാണ്. ഓയിൽ സ്കിന്നുകാർക്ക് അറിയാം. ഇപ്പോൾ ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് തന്നെ പറഞ്ഞു എനിക്കൊരു പിമ്പിൾസ് ഇന്നലെ തലപ്പൊക്കി തുടങ്ങിയിട്ടുണ്ട്. ഞാനത് നമ്മുടെ ഷംനൂസ് ഓർഗാനിയുടെ ആലോവേറ ജെല്ല് അപ്ലൈ ചെയ്തങ്ങ് അടിച്ച് താഴ്ത്തി കളയും കേട്ടോ. അതാണ് ഞാൻ ഇവിടെ പൊതുവെ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ പറയാൻ വന്ന കാര്യം, ബദാം ഉപയോഗിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. നമ്മൾ വീക്ക്ലി വൺസ് ടൈം മാത്രം, അത് ഈ സാറ്റർഡേ, ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ 6th ഡേ ചലഞ്ചാണ്. ഇന്ന് ഒരു ദിവസം മാത്രമേ നമ്മൾ ഈ ഒരു ബദാം അപ്ലൈ ചെയ്യുന്നുള്ളൂ, ഡെയിലി അപ്ലൈ ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ബദാം പാലിലാണ്. പാലും അതുപോലെ തന്നെ ഓയിൽ സ്കിന്നുകാർക്ക് അലർജിയാണ്. ഓൾറെഡി പിമ്പിൾസും കുരുക്കളുള്ളവരൊന്നും ദയവ് ചെയ്ത് ചെയ്യാതെ ഇരിക്കുക, അതിൻ്റെ ആവശ്യമില്ല. അതല്ല നോർമലായിട്ട് സ്കിന്നിൽ ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത് ഉപയോഗിച്ച കുരു വരുന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഉപയോഗിച്ചോളൂ. നമ്മുടെ ആലോവേറ ജെല്ല് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഉപയോഗിച്ചോളൂ കേട്ടോ. അല്ലാത്തവർ ചെറുജീരകത്തിൻ്റെ പാക്ക് ഉപയോഗിച്ചാലും മതി കേട്ടോ. ടോണറും പാക്കും ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം വരില്ല. ഇപ്പോൾ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് സാൻഡൽവുഡിൻ്റെ പൗഡറാണ്, നമ്മുടെ ചന്ദനത്തിൻ്റെ പൗഡർ കേട്ടോ. നമുക്ക് ഒറിജിനൽ സാൻഡൽവുഡിൻ്റെ പൗഡർ കിട്ടാനായിട്ട് ഇച്ചിരി പാടാണ്. ഇത് നമുക്ക് പൊതുവേ നമുക്ക് കിട്ടുന്നത് റോസ് പെറ്റൽസിൻ്റെ പൗഡറും ചന്ദനവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പൗഡറാണ് നമുക്ക് മാർക്കറ്റിലും അതുപോലെ തന്നെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് കേട്ടോ. പക്ഷേ ഒറിജിനലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഒത്തിരി റേറ്റ് ഉണ്ട്. ചെറിയൊരു പീസിന് തന്നെ മേടിക്കുമ്പോൾ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആ ഒരു ചന്ദനത്തിൻ്റെ പൗഡറും അതുപോലെ തന്നെ നമ്മൾ കുതിർത്തിയിട്ടുള്ള പാലിൽ കുതിർത്തിയിട്ടുള്ള ബദാമും പാലും എല്ലാം മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് പോലെ അരച്ച് കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് നല്ല പേസ്റ്റ് ആയിട്ടൊന്നും കിട്ടില്ല, കാരണം ബദാം നമ്മൾ കുറച്ചല്ലേ ആഡ് ചെയ്യുന്നുള്ളൂ. ഒത്തിരി ബദാമൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല മഷി പോലെ അരഞ്ഞ് കിട്ടും. ഇനി നിങ്ങൾക്ക് മഷി പോലെ അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബദാം ഓരകല്ലിൽ വെച്ച് ഉരച്ച് കൊണ്ടുവന്നാൽ മതി കേട്ടോ. ഉരച്ച് കൊണ്ടുവന്നിട്ട് അതിനകത്ത് നമ്മുടെ ഈ ഒരു സാൻഡൽവുഡിൻ്റെ പൗഡർ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അതാകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനതവിടെ ഇങ്ങനെ തരിതരിയായിട്ട് തന്നെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ നമ്മുടെ ഫേസിലും കഴുത്തിലും കയ്യിലൊക്കെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു സ്ക്രബിങ് എഫക്റ്റ് കൂടിയാണ്. സ്ക്രബ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് പാക്ക് പോലെ അപ്ലൈ ചെയ്തിട്ട് മാക്സിമം അരമണിക്കൂറെങ്കിലും വെച്ചിരിക്കാനായിട്ട് നോക്കുക കേട്ടോ. നമുക്ക് ഏതൊരു പാക്ക് ആണെങ്കിലും, ഹെയർ പാക്ക് ആണെങ്കിലും ഫേസ് പാക്ക് ആണെങ്കിലും 20 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. എങ്കിലും നമ്മളിത് ബദാമൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ചന്ദനമൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒരു അരമണിക്കൂർ കൂടി വയ്ക്കുന്നതെന്ന് മാത്രം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലത്തെ കഴിഞ്ഞതിൻ്റെ ആ ഒരു റിസൾട്ട് നന്നായിട്ട് ഫേസിൽ കാണുന്നുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിക്ക് സ്കിന്ന് ലൈറ്റൻ ആയിട്ടുണ്ട് കേട്ടോ. ടാനൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്തിട്ട് നല്ല ലൈറ്റൻ ആയിട്ടുണ്ട് നമ്മുടെ സ്കിന്ന്. പിന്നെ ഇന്നലെ ചെയ്തതിൽ ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞു, എനിക്ക് ഇന്നലെ തൈരാണ് നമ്മൾ നല്ല ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. തൈര് എനിക്ക് അലർജി ആയിട്ടുള്ള കാര്യമാണ്. തൈര് പാല് ചില സമയങ്ങളിൽ എനിക്ക് ഓക്കെയാണ്, ചില സമയങ്ങൾ മാത്രമുള്ള അലർജി എടുത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട ആ ഒരു കേടിൻ്റെ പാക്കിൽ എനിക്ക് ചെറിയൊരു പിമ്പിൾസ് തലപ്പൊക്കിയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ ഫസ്റ്റ് എടുക്കുമ്പോൾ എനിക്ക് ആ പിമ്പിൾസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഈ ഒരു വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് അവിടെ ആ പിമ്പിൾസ് ഇല്ല കേട്ടോ.
ശരിക്കും ആ പിമ്പിൾസിൻ്റെ ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന ആ ഒരു സംഭവം ഉണ്ട്, നമുക്കിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അറിയാൻ പറ്റുമല്ലോ. അതിപ്പോൾ അവിടെ കാണുന്നില്ല കേട്ടോ. എനിക്കിപ്പോൾ അവിടെ ഒരു ചെറിയൊരു എന്തോ ഒരു ചെറിയൊരു അടയാളം മാത്രമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. ഞാൻ ആലുവേറ ജെല്ല് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആലുവേറ ജെല്ല് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വെയിലെടുക്കുന്ന സമയത്തും പിറ്റേന്ന് ഉറങ്ങി എണീച്ച സമയത്തൊക്കെ ആ കുരു അവിടെ ഉണ്ട്. പക്ഷെ ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ എൻ്റെ ഫേസിൽ കുരു ഇല്ല, കുരു പോയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരു ദിവസം ഉപയോഗിക്കുന്നതിൽ വലിയ സീനില്ല. അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്കത് പ്രോബ്ലം ആയിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ആലുവേറ ജെല്ലുള്ളവർ ആലുവേറ ജെല്ല് ഉപയോഗിക്കാം. അല്ലാത്ത പക്ഷം നമ്മുടെ ക്യുമിൻ്റെ ഫേസ് പാക്കും അതുപോലെ തന്നെ ടോണറും, ചെറുജീരകത്തിൻ്റെ പാക്കും ടോണറും മസ്റ്റായിട്ടും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം തരണം ചെയ്യാവുന്നതേ ഉള്ളൂ. അത്രേ ഉള്ളൂ, വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഫേസിൽ അപ്ലൈ ചെയ്ത് 1/2 മണിക്കൂർ മേലെ ഞാൻ വെച്ചു കേട്ടോ. കുറച്ച് ആക്രാന്തം കൊണ്ട് തന്നെ വേണമെന്ന് പറയാം. നമ്മൾ പിന്നെ അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കളയാനായിട്ട് ഇച്ചിരി സങ്കടമുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. 3/4 മണിക്കൂർ 1 മണിക്കൂറാവും തോന്നുന്നു. അപ്പോൾ 1 മണിക്കൂറോളം ഞാൻ ഫേസിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് അത് ഡ്രൈ ആയിട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനത് വെറ്റ് ചെയ്തിട്ട് നമ്മളതങ്ങ് റിമൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഫേസ് വാഷ് ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ. ഇത് നമ്മൾ കഴുകുന്ന സമയത്ത് ഫേസ് വാഷ് സോപ്പൊന്നും ഉപയോഗിക്കരുത്. ജസ്റ്റ് ഒരു പ്ലെയിൻ വാഷ് മാത്രം. അതുപോലെ തന്നെ കുരു വരും എന്നുള്ള പേടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഉപയോഗിച്ചാലും മതി കേട്ടോ. ചെറിയൊരു ചൂടുള്ള വെള്ളം, വാം വാട്ടർ ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്ത് വന്നാൽ മതി. അപ്പോൾ ഗൈസ് കണ്ടല്ലോ, വളരെ ഈസി ആയിട്ട് നമ്മൾ ഈ ഒരു 6th സ്കിൻ കെയർ ചാലഞ്ച്, നമ്മൾ 6th ഡേ സ്കിൻ കെയർ ചാലഞ്ച് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അടിപൊളി റിസൾട്ടാണ്. ഫൈനൽ റിസൾട്ട് നിങ്ങൾ വീഡിയോ ഫസ്റ്റ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മസ്റ്റായിട്ടും നല്ലൊരു അലോവേറ ജെല്ലോ അല്ലെങ്കിൽ ക്രീമോ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്കിവിടെ ക്രീമിൻ്റെ ആവശ്യം വരുന്നില്ല, കാരണം നല്ല രീതിക്ക് മോയ്സ്ചറായിട്ട് തന്നെ നമ്മുടെ ഫേസ് ഇരിക്കും കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിളായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് നല്ലൊരു ജെല്ലിൻ്റെ ആവശ്യമാണ് വേണ്ടതുള്ളൂ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഷംനൂസ് ഓർഗാനിയുടെ അലോവേറ ജെല്ല്, സാഫ്രോണിൻ്റെ അലോവേറ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ജെല്ലാണോ ഉള്ളത് നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സൂപ്പർബായിട്ടുള്ള സ്കിൻ കെയർ ചാലഞ്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അനുഭവങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു റിസൾട്ടും എല്ലാം തന്നെ ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് പങ്കുവെക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.